നമസ്കാരം. പുലർക്കാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച. ഇന്നത്തെ ലക്കി കളർ എന്ന് പറയുന്നത് റെഡാണ്. ഇതേ കണ്ടില്ല, ഞങ്ങളുടെ കപ്പ്, ഫ്ലാസ്ക് ഒക്കെ റെഡാണ്. ഈവൻ സ്ക്രീനിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വിഷ്വൽസും റെഡായിരിക്കും. ഇന്ന് അവർ ശരിക്കും അവർക്കും ദേ കൻ മേക്ക് ദംസെൽസ് ഒരു വീട്, നല്ല റെഡിഷ് ഫ്ലവേഴ്സ്, നല്ല റോസ്. വേണ്ട, ഒരു റെഡ് റോസിന് വെള്ളമെങ്കിലും ഒഴിക്കുക. അറ്റ്ലീസ്റ്റ് യു മേക്ക് എ കളർഫുൾ റോസ്. ചുമന്ന പൊട്ട്. അതെ, ചുവന്ന കർട്ടനൊക്കെ ഭയങ്കര ഇതായിരിക്കും. പക്ഷെ എന്നാലും ചുവപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള നല്ല റെഡ് ഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസ്. അലേർട്ട് ആവുക എന്നുള്ളതാണ് ആ റെഡ് കളർ കാണിക്കുന്നത്. അതൊരു ഡേഞ്ചർ എന്നായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. അലേർട്ട് ആവുക, ഡേഞ്ചറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണത്. സോ യു ഹാവ് ടു ബി അലേർട്ട് ഇൻ ലൈഫ്. ഒരു അലേർട്ട്നെസ്, അതെ, ഒരു അലേർട്ട്നെസ് ലൈഫിൽ നല്ലതാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും ഒരു ജീവിതത്തിൽ നമ്മളൊരു കാര്യം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഒരു പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. സോ അതാണ് ആ റെഡ് കാണിക്കുന്നത്. സോ ഹാവ് എ വണ്ടർഫുൾ ഡേ ഹെഡ്. മനുഷ്യൻ്റെ ചിന്തകളിൽ, പ്രവൃത്തികളിലൊക്കെയും ഒരു നല്ല കാര്യത്തിന് എത്രത്തോളം പ്രാമുഖ്യമുണ്ട് എന്നുള്ളത് നമ്മളെല്ലാ മതത്തിലും ഉണ്ട്. നല്ല കാര്യങ്ങൾ പറയുക, ചെയ്യുക, കേൾക്കുക, അല്ലേ? അപ്പോൾ ഒരു നല്ല ഒരു തോട്ടോടു കൂടി ഒരു ദിവസം ആരംഭിക്കാം. തോട്ട് ഓഫ് ദി ഡേ. തോട്ട് തന്നെയാണ് ഏറ്റവും നല്ല നല്ല ചിന്തകൾ. അതായത് ഡു ദ ബെസ്റ്റ് വാട്ട് യു ക്യാൻ ഡു, ഗുഡ് തിങ്സ് എന്ന് വെച്ചാൽ ബാഡ് തിങ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. വെൻ യു ഡു എ ബാഡ്, ഒരു 10 ഗുഡ് തിങ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ തെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വലുതാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടും ചെയ്യുക, പക്ഷെ ഏറ്റവും കൂടുതൽ ശരി മാത്രം ചെയ്തുകൊണ്ട് തെറ്റിനെ പതുക്കെ 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 അവോയ്ഡ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്യുന്ന ഒരവസ്ഥ. ആക്ച്വലി നമുക്കൊരു ജോയ് ഉണ്ട്. അതൊരു ജോയ് കംസ് നോട്ട് ഫ്രം ഗ്രാറ്റിറ്റ്യൂഡ്. ഒരു ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ആയിരിക്കും നമുക്കൊരു ജോയ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു നന്ദി ഉണ്ടാവുക എന്നുള്ളത് ഒരു നല്ലൊരു പ്രവണതയാണ്. ആരെങ്കിലും നമുക്കൊരു നല്ല ചെയ്തിട്ടുണ്ടെങ്കിലോ, ഒരു നല്ല തോട്ടിലൂടെയോ, ഒരു നല്ല പ്രാർത്ഥനയിലൂടെ, അത് സ്മരിച്ചുകൊണ്ട് വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുത്തുകൊണ്ടോ, പ്രവൃത്തിയിലൂടെ സന്തോഷം ഉണ്ടാക്കാം. അതെ, അത് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ആ ഹാപ്പിനെസ് ലൈഫിൽ ഓരോരുത്തർ ഓരോ രീതിയിലാണ് കണ്ടുപിടിക്കുന്നത്. ഇന്നത്തെ നിങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് പുലർക്കാലം തന്നെയാണ്. സോ ഞങ്ങൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പുലർക്കാലത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം വരട്ടെ. അങ്ങനെ സന്തോഷം തരുന്ന ഒരു ഗസ്റ്റിലേക്ക് നമ്മൾ വരികയും ചെയ്യും. ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ആമുഖം പറയാണ്. മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിൽ മഹാരഥന്മാർ നിറഞ്ഞു നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, സുവർണകാലം. അത് കഴിഞ്ഞ് കുറച്ച് പേര് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയി എന്ന് തന്നെ പറയാം. അതൊരു വലിയൊരു ഗ്യാപ്പ് സൃഷ്ടിച്ചു. ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ നിന്നു. എന്നാൽ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കുറേ മിടുക്കരായിട്ടുള്ള, അല്ലേ, പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ ആ ഗ്യാപ്പ് നികത്തുകയാണെന്ന് പറയാണ്. കുറേ നല്ല ആർട്ടിസ്റ്റുകൾ ഇനി അവരൊരു കുറേ കാലം, ഒരു സുവർണ കാലത്തേക്കൊരു മടങ്ങി വരവാണ് ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു ഒഴുക്കെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം പുലർകാലത്ത് so happy to have you, Joy. Really honored to have such a brilliant actor like Joy. Warm welcome to Pularkal. Thank you. I'm also very happy being with you. How sweet. ജോയ് മാത്യു എന്ന് പറയുമ്പോൾ ഒരു നടൻ മാത്രമല്ല. നമ്മൾ സാധാരണക്കാരിൽ, അല്ലേ, ഒരു സാധാരണക്കാരെ കാണുമ്പോൾ ആ സിനിമയിലെ വില്ലൻ, അല്ലേ, ആമയിലെ വില്ലൻ, ഒരുപാട് സിനിമ, ഈ അടുത്തിറങ്ങിയ എല്ലാ ചിത്രങ്ങളിലും ഒരു പേരാണ് ജോയ് മാത്യു. ഒരു കഥാപാത്രം ജോയ് ചെയ്തിട്ടുണ്ട്. ഞാനത് ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ കാര്യം ചോദിക്കട്ടെ. താങ്കളെ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വില്ലൻ എന്ന് പറയത്തില്ല, നായകനെക്കാട്ടിലും അതീവ വെരി ഹാൻസം, ഒരു ഗ്ലാക്സോ ബേബി ആയിട്ടാണ് ഞാൻ ശരിക്കും പറയാൻ കാരണം. സത്യത്തിൽ ഞാൻ ഭയങ്കര പാവാ, സ്വീറ്റ് ആണ്, ഭയങ്കര സുന്ദരനാണ്. പക്ഷെ ജനത്തിന് വേണ്ടത് ഈ സൗന്ദര്യമല്ല, കൃത്രിമമായ സൗന്ദര്യം വേണ്ടത്. ഒരിക്കലുമല്ല. ജോയിന് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നു. അതിനർത്ഥം ഈ സൗന്ദര്യം തന്നെയാണ്, ഈ സൗന്ദര്യം തന്നെയാണ് സൗന്ദര്യം അതിന്റെ പ്ലസ് പോയിന്റ്. ഇനി വേറൊരു കോംപ്ലിമെന്റ് കൂടി. തമിഴ് സിനിമയിലെ ഒരു ഭയങ്കര പ്രഗത്ഭ ഒരു നടന്റെ ഒരു പ്രൊഫൈൽ താങ്കൾക്ക് ഉണ്ട്. എവിടെയൊക്കെയോ ശിവാജി ഗണേശൻ. എങ്ങനെ നോക്കിയാലും there is a shadow of that artist. എനിക്കൊന്നും ബൈ വേ ഓഫ് ഒരു ക്യാരക്ടറിനകത്ത് എവിടെയോ അത് ഉണ്ട്. പ്രകാശ് രാജായിട്ട് പലരും പറയും ഇങ്ങനെ. ഇല്ല, പ്രകാശ് രാജ വളരെ സുന്ദരനാണ്.
അതിനപ്പുറത്തേക്കൊരു ഞാൻ പ്രകാശ് രാജിനോട് പറയും. ഞാൻ നേരിട്ട് പറയും. പ്രകാശ് രാജ് ഇസ് എൻ്റയർലി ഡിഫറെന്റ്. ബട്ട് യു ലുക്ക് ലൈക്ക് ഏതാണെന്നറിയോ, പഴയ പരാശക്തി സിനിമയൊക്കെ എടുത്തിട്ട്. പഴയ കാലം. നിങ്ങളിപ്പോൾ ആ ഡ്രസ്സ് ഇട്ടൊന്ന് നിന്ന് കഴിഞ്ഞാൽ അല്ല, എനിക്ക് രാജാപ്പുറത്ത് വേഷങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മള് നോർമൽ ശിവാജി അല്ല, പരാശക്തിയിലൊക്കെ ആ കോട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ശിവാജി ഉണ്ട്, ഇങ്ങനെ 3D ആയിട്ട് നിൽക്കുന്ന ഒരാൾ. ആർക്കുണ്ടാവും ആ ഗാംഭീര്യം താങ്കളുടെ ഫേസിലുണ്ട്. താങ്ക് യു തുടക്കം നാടകത്തിൽ നിന്നല്ലേ ജോയുടെ? തുടക്കം നാടകമല്ല, വെളിച്ചപ്പാടുന്നാ. അതെന്താ? പെർഫോമൻസ് എന്നുള്ള രീതിയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, പാവപ്പെട്ട സ്കൂളാണ് ഞങ്ങളത്, ഈ ഉപ്മാവും പാലൊക്കെ ഉച്ചയ്ക്ക് കൊടുക്കുന്ന പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എൻ്റെ അമ്മയുടെ ടീച്ചറായിരുന്നു. അപ്പം അമ്മയ്ക്ക് നിർബന്ധം കുട്ടികളൊക്കെ അവിടെ തന്നെ പഠിച്ചാൽ മതി, അവരെ കൂടെ ഇരുന്നിട്ട് ഉപ്പുമാവും പാലും കഴിക്കണം. ഞങ്ങൾക്ക് ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ. പക്ഷെ അമ്മ ഈ കാര്യത്തിലൊക്കെ വളരെ സോഷ്യലിസ്റ്റൊക്കെയാണ്. ഉപ്പുമാവും പാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കുട്ടികളെ സ്ഥിരമായി തോൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പാവം 4ാം ക്ലാസ് പഠിക്കുന്ന ഒരു സഹദേവനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഇട്ടേരി ബാബു. അവർ 4ൽ തന്നെ ഒരു 5 കൊല്ലോ 6 കൊല്ലമൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ ഇളക്കണ്ടേ, ഉപ്പുമാവ് ഇളക്കാനൊക്കെ. അവർക്കും അതാ ഇഷ്ടം, കാരണം ഇഷ്ടം പോലെ കഴിക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എക്സ്പീരിയൻസും ആയി. അതെ. അപ്പോൾ ഈ വെള്ളിയാഴ്ച 2.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഇൻ്റർവൽ ടൈം. ആ സമയത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള സമയം. അപ്പോൾ ഞങ്ങളുടെ പ്രധാന കളി ഈ വെളിച്ചപ്പാടാണ്. വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അത് കളിക്കാൻ പറ്റുമോ? അല്ല, അത് എങ്ങനെ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിനടുത്തൊക്കെ തറ ഉത്സവം ഒക്കെ ഉള്ള കുറേ കാവുകളൊക്കെ ഉണ്ട്, അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ ഇന്നത്തെ പോലെ അത്ര കലുഷിതമല്ലല്ലോ, അതുകൊണ്ട് ജാതി മതമൊന്നും പ്രശ്നമില്ല. ഞാനൊക്കെ എൻ്റെ വീട്ടിനടുത്തുള്ള കാവിലത്തെ ഒരു അങ്ങനത്തെ പോലെ രാവിലെ മുതലേ അവിടുത്തെ ഉത്സവത്തിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിമറിഞ്ഞ് കളി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പേര് ജോയ് മാത്യു എന്നൊക്കെ. മനസ്സിലായില്ലേ? ഈ സൊസൈറ്റി അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഞങ്ങളവിടെ ചായക്കട നടത്തിയിട്ടുണ്ട് അതിനുള്ളിൽ. അപ്പോൾ അവിടെ കാണുന്നത് ഈ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ പെർഫോമറാണല്ലോ. അപ്പം എല്ലാവരുടെയും ശ്രദ്ധ ഇയാളിലാണ്. അയാളാണ് അവിടുത്തെ ഹീറോ, താരം. അപ്പോൾ നമുക്ക് അന്നേ താരമാവാനുള്ള ഒരു വെമ്പൽ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ വെളിച്ചപ്പാട്, എൻ്റെ പിന്നാലെ കുറേ പിള്ളേർ കോഴി നടോയി നടാതൊക്കെ പറഞ്ഞിങ്ങനെ ആഘോഷപൂർവ്വം ചെമ്പരത്തിപ്പൂവിൻ്റെ മാലയും വാള് പോലത്തെ സാധനമൊക്കെ ആയിട്ട്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു പെർഫോമൻസിന് തുടക്കം. അത് കാണുകയും അമ്മ എന്നെ അതിന് ശിക്ഷിക്കുകയും, കാരണം അത് വേറൊരു ജാതിക്കാർ ദൈവമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് പെർഫോമൻസ് എന്നുള്ള രീതിയിൽ എന്നെ ഞാൻ ആദ്യം അങ്ങനെ വന്നിട്ടാണ് പിന്നെ ഫാൻസി ഡ്രസ്, നാടകം, അങ്ങനെ. നാടകം വളരെ സീരിയസ് ആണല്ലേ? ഒരുപാട് അവതരിപ്പിച്ചിട്ടുണ്ട്, രചിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ ജോയ്ക്ക്? അതിനെ കുറിച്ച് പറയുമോ? നാടകം ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അപ്പുണ്ണി മാഷും ബാലമാഷും കൂടെ ചേർന്ന് ഒരു അധ്യാപക വിദ്യാർത്ഥി ചേർന്നിട്ട് നാടകം അവതരിപ്പിച്ചു. എന്തൊരു പ്രത്യേക ചടങ്ങിന് 3ാം ക്ലാസ്സിലാണ് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി വരുന്നൊരു സീൻ എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ഞാനൊരു കിളിക്കാൻ പറ്റി, അച്ഛന് ഞാനൊരു കുസൃതി കുട്ടി എന്നൊക്കെ പറഞ്ഞു. അതിലെനിക്ക് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ബാലതാരം, എല്ലാ സ്ഥലത്തും ഒരു സിനിമാ താരം ഉണ്ടാവുമല്ലോ പ്രാദേശികമായിട്ട് ചെറിയ സീനിലൊക്കെ അഭിനയിക്കുന്നത്. അങ്ങനെ ബാപ്പുട്ടിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു സിനിമ നാടക നടനുണ്ടായിരുന്നു. അയാൾ എനിക്കൊരു മെഡൽ തന്നു. അതാണ് എനിക്ക് ജീവിതത്തിൽ ആദ്യം കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം. അതിനുശേഷം എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതാണ് ഫസ്റ്റ്. അത് കുറെ കാലം എടുത്തു വെച്ചു. മെഡൽ എന്ന് പറഞ്ഞത് മറക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് പിന്നെ 4ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ സ്കൂളിലെത്തി കഴിഞ്ഞപ്പോൾ, സ്കൂളിൽ വലിയ സ്കൂളാണ് ഞാൻ പിന്നെ ചേർന്ന് ബോയ്സ് സ്കൂൾ, മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ. അവിടെ പൂർണ്ണമായും അവഗണനയായിരുന്നു. അവഗണന എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അന്ന് 25-26 വയസ്സുള്ള ആൾക്കാരൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നു. അന്ന് അങ്ങനെയാണ്. ഞാൻ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും 10 വരെയുള്ള എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ തോൽക്കുക അങ്ങനത്തെ ഒരു ഫാഷനല്ല, അങ്ങനത്തെ രീതി അങ്ങനെയാണ്. 6, 4 കൊല്ലം 7, 4. ഞാൻ അവിടെ സ്കൂളിൽ ചേർന്ന കൊല്ലം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കക്ഷി ഞാൻ 10ൽ എത്തിയപ്പോഴും 6 തന്നെയുണ്ട്. അന്നെങ്ങനെയാണ്. പിന്നെ ഈ ഫുട്ബോൾ കളിക്കുന്ന ചില മിടുക്കന്മാരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കും സ്കൂൾ ടീമിന് കളിക്കാൻ വേണ്ടിയിട്ട്. അവരൊരിക്കലും 10ാം ക്ലാസ്സിൽ എത്തിക്കില്ല. 10ാം ക്ലാസ് എത്തിയാലും തോറ്റാലും ജയിച്ചാലും പോട്ടെ, പുറത്തു പോകണം. അപ്പോൾ നമ്മുടെ മരിച്ചുപോയ നടൻ അഗസ്റ്റിനൊക്കെ എൻ്റെ സീനിയറായിരുന്നു. അവൻ 2 കൊല്ലം സീനിയറായിരുന്നു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
ഇവരോടൊന്നും കോമ്പറ്റ് ചെയ്യാൻ നമുക്ക് വയ്യ. പിന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ പ്രോത്സാഹനമൊന്നുമില്ല. എന്നാലും അപ്പോൾ ഞാൻ ഫാൻസി ഡ്രസ്സിൽ മേലെ കൈവച്ച് നോക്കി. അതാകുമ്പോൾ സംഘാടകരൊന്നും വേണ്ടല്ലോ, നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്ത് ചെയ്യാം. അതും പരാജയപ്പെട്ടു, അവഗണിക്കപ്പെട്ടു. നിരാശനാവുന്ന പ്രശ്നമില്ലല്ലോ. ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഒരു സ്പിരിറ്റ് തന്നെ. അടുത്ത കൊല്ലം നോക്കി അപ്പോൾ ഞാൻ വിചാരിച്ചു ചിരിക്കരുത്, ഡാൻസിന് പേര് കൊടുക്കാറ്. സത്യം അതല്ലേ എനിക്ക് താരാ കല്യാണം എടുത്ത ആരാധന, ഡാൻസറായോണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ വരുമോ? അപ്പോ ഗ്രൂപ്പ് ഡാൻസ്, എനിക്ക് ഡാൻസ് ഒന്നും അറിയില്ല. ചേച്ചീനെ അനിയത്തിനെയൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ ഒരു മാഷൊക്കെ വെച്ചിട്ടുണ്ട്. ഭരതനാട്യമൊക്കെ കളിക്കും, ഞങ്ങളെ വീട്ടിലുണ്ട് ആൾക്കാരൊക്കെ. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പ് ഡാൻസിന് പേര് കൊടുത്തു. അപ്പോൾ ടീച്ചർക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അങ്ങനെ പേര് കൊടുത്ത് ഞാനും എൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിയുണ്ട്, മോഹൻ എന്നാണ് പേര്. അവൻ എന്നേക്കാൾ സുന്ദരനാട്ടോ, പാവമാണ്. അതായത് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി ടീച്ചേഴ്സ് റൂം പോയി വിളിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ ടീച്ചർ? ക്ലാസ് എടുക്കാൻ ബോർഡൊക്കെ വായിക്കുക, എന്നൊന്നും അതിനൊന്നും കിട്ടൂല. ബോർഡ് വായിച്ചു കൊടുക്കുക, ഡസ്റ്റർ എടുത്ത് കൊടുക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ പറയാം സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഉത്തരം പറയാം. തീരെ നല്ല കുട്ടിയല്ലേ? ഭയങ്കര നല്ല കുട്ടി, ബോറൻ. അങ്ങനെ ഞാനതിൽ പേര് കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു നീ ശരിയാവില്ല, അപ്പൊ തന്നെ ശരിയാവില്ല. അങ്ങനെ അവിടെ അവഗണിക്കപ്പെട്ടു. അടുത്ത കൊല്ലം ഞാൻ എന്ത് ചോദിച്ചാൽ ഞാനൊരു നാടകം എഴുതിയുണ്ടാക്കി. അത് ഞാൻ വേറെ സ്ഥലത്ത് കോപ്പിടിച്ചതാണ്. വലിയ ആൾക്കാർ കളിക്കുന്നത് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അവർ കളിക്കുന്ന ഒരു നാടകത്തിൽ നിന്ന് മെല്ലെ മോഷ്ടിച്ചു. എന്നിട്ട് എൻ്റെ എല്ലാ കാലത്തും എൻ്റെ എല്ലാ നാടകത്തിൻ്റെയും കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടുണ്ട്. ഇപ്പം മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ സ്റ്റാഫാണ്, വലിയ ആളാണ്, പ്രേംചന്ദ് എന്ന പേര്, നമ്മുടെ ദീദിയുടെ ഹസ്ബൻഡ്. പ്രേംചന്ദാണ് എൻ്റെ എല്ലാ നാടകത്തിനും പ്രോംപ്റ്ററും, സ്ത്രീവേഷം, പിന്നെ സംഘാടനം, എല്ലാത്തിനും ഉണ്ടാവും. എല്ലാത്തിനും എൻ്റെ എല്ലാ നാടകങ്ങളും അവൻ സമർപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ ഇതേപോലെ സ്ത്രീവേഷം, പ്രോംപ്റ്റിങ് ഒക്കെ ആയിട്ട് ഞങ്ങൾ അതൊക്കെ ഒരു 10-11 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. 10-11 വയസ്സേ ഉള്ളൂ. അതും സെലക്ഷനൊന്നും കിട്ടിയില്ല. നമ്മൾ വിടുവോ? വിടൂല. പിന്നെ 7th വീണ്ടും നാടകം ഉണ്ടാക്കി. അപ്പൊ അഗസ്റ്റിൻ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന സമയമാണ്. അഗസ്റ്റിനാണോ താരം? അഗസ്റ്റിനാണ് അക്കൊല്ലം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ സ്കൂളിലെ താരം അഗസ്റ്റിനാണ്. ബെസ്റ്റ് ആക്ടർ അഗസ്റ്റിൻ എന്നാണ് പറയാൻ. 2 കൊല്ലം ബെസ്റ്റ് ആക്ടറൊക്കെയാണ്. CL ജോസിന്റെ നാടകമൊക്കെ ആവും കളിക്കുന്നു കേട്ടോ. ആ കൊല്ലം നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ ഞാൻ ഫുട്ബോളിലേക്ക് തിരിഞ്ഞു. അല്ലേ പിന്നെ ഫുട്ബോളിലേക്ക് തിരിഞ്ഞ് അവിടെ എങ്ങനെ ഉണ്ടാവും നോക്കി. അങ്ങനെ ഞാൻ സ്കൂൾ ടീമിൽ കളിക്കുന്നവരൊക്കെ എത്തി. എൻ്റെ കൂടെ കളിച്ച പ്രേംനാഥ് ഫിലിപ്പ്, അറിയില്ലേ പ്രേംനാഥ് ഫിലിപ്പ്? എൻ്റെ സീനിയറായിരുന്നു നജീബ്, ഇന്ത്യൻ ടീമിന് വേണ്ടി കളിച്ച നജീബ്. അങ്ങനെ ഫുട്ബോളിലൊരു കൈ നോക്കി. പിന്നെ എൻ്റെ ഫ്രണ്ട് കോഴിക്കോട് സെൻട്രൽ ബാങ്കിൽ ദേവരാജൻ, അവനായിരുന്നു എൻ്റെ ഒരു കോച്ച്. അതൊക്കെ വലിയ വലിയ കഥകളാണ്. ഞാൻ 7th ഫുട്ബോൾ കളിക്കാൻ പോയാൽ ബീഫും പൊറോട്ടയും കിട്ടും. അതിലൊക്കെ അത് പയറ്റി നോക്കിയിട്ട് എനിക്ക് തോന്നി ഇത് ശരിയാവില്ല. വീണ്ടും കലാകാരൻ ഉണർന്നു. ഫുട്ബോളും കല തന്നെ, പക്ഷെ അത് കുറച്ചും കൂടെ മിടുക്കമാണ്. അങ്ങനെ 8ാം ക്ലാസ് 9ലെത്തിയപ്പോൾ ഞങ്ങളൊരു നാടകം കളിച്ചു. അതിൻ്റെ പേര് നിരപരാധികൾ, വാസു പ്രദീപിൻ്റെ. അത് വായിക്കാൻ വേണ്ടി NBS പോയി അവിടെ നിന്ന് നാടകം വാങ്ങി ഞാനും പ്രേംചന്ദും കൂടെ അത് കളിച്ചു. അതിൽ ഫസ്റ്റ് കിട്ടി 9ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു ധൈര്യം വന്നു. അതിന് എനിക്ക് ബെസ്റ്റ് ആക്ടറും കിട്ടി, രണ്ടാമത്തെ അംഗീകാരം. പിന്നെ 10ാം ക്ലാസ്സിലെത്തി. അത് കഴിഞ്ഞ് 10ൽ നാടകം അഭിനയിച്ചു, ബെസ്റ്റ് ആക്ടർ കിട്ടി. പിന്നെ ഗുരുവായൂർപ്പുംകുളയിലേക്ക് ഞാൻ പോയി ഡിഗ്രി. തുടർച്ചയായിട്ട് പിന്നെ 3 കൊല്ലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടറായി. ഇംഗ്ലീഷ്, മലയാളം. ഇംഗ്ലീഷിൽ ഡ്രാമ ഉണ്ടോന്നോ? ഹിന്ദിയിൽ അഭിനയിച്ചു. ഞാൻ ഹിന്ദിയിൽ അഭിനയിക്കാൻ എളുപ്പമാണ്. ഞാൻ ഊമയിട്ട് അഭിനയിച്ചു. ഊമയിട്ട് അഭിനയിച്ചു. ഡയലോഗില്ല. സത്യം ഐഡിയ പറഞ്ഞില്ല. ഐഡിയ വളരെ സിമ്പിൾ. ആർക്കും വേണ്ടി പ്രയോഗിച്ച് സമ്മാനം വാങ്ങാം.
അപ്പം എനിക്കൊരു തമവാശി മലയാളം ഇംഗ്ലീഷും ഇത് മാത്രം ഇംഗ്ലീഷും ഹിന്ദിയും അത് ഹിന്ദിയിലൊന്ന് കൈവച്ചാലോ സംശയം ഒരു ഐഡിയ. അങ്ങനെ നമ്മളെ സുഹൃത്താണ് ജയപ്രകാശ് കുടൂർ, നാടകൃത്തും നടനും ഒക്കെയാണ് ജയപ്രകാശ് കുടൂർ. കുടൂർ ചോദിച്ചപ്പോൾ കുടൂർ പറഞ്ഞു, ഞങ്ങൾ ലോ കോളേജിൽ കഴിച്ചൊരു നാടകമുണ്ട്, അതിൻ്റെ ഐഡിയ ഞാൻ തരാം. അതിൻ്റെ ഐഡിയ സിമ്പിളാണ്. റെയിൽവേ സ്റ്റേഷൻ ഗോറിഗാവ് എന്ന് ഹിന്ദിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അനൗൺസ്മെൻറ്റ് മുഴുവൻ ഹിന്ദിയിൽ, ആ ഗാഡി അബി ആയേഗാ, ഓ ഗാഡി ലൈറ്റ് കരേഗാ ഒക്കെ പറഞ്ഞ അനൗൺസ്മെൻറ്റ് ഹിന്ദി. ഒരാൾ പത്രം വായിക്കുന്നു, ഹിന്ദി പത്രം. ഒരാൾ റേഡിയോ കമൻട്രി കേൾക്കുന്നു. അന്ന് ക്രിക്കറ്റ് റേഡിയോ ട്രാൻസിസ്റ്ററിൽ വരുമല്ലോ, അതിൽ കപിൽ ദേവ് അടിച്ചു പിടിച്ചു എന്നൊക്കെ ഉള്ളത് ഹിന്ദിയിൽ. ചായ 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 ഹിന്ദി, കോഫി 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 ഹിന്ദി, ആംബിയൻസ് മുഴുവൻ ഹിന്ദി. കാരണം എബ്സൈഡ് നാടകങ്ങളുടെ കാലഘട്ടം, നിങ്ങളൊന്നും സംസാരിക്കുന്നതാണ്. മോഡേൺ നാടകമാണ്. അകലേക്ക് നോക്കിയിരിക്കുന്ന ഒരു നായകൻ, അകലേക്ക് തിരിഞ്ഞിരിക്കുന്ന നായിക, ഇടയ്ക്ക് കിതർ ഗായിക മാലുനെ, ഇത്രയേ ഉള്ളൂ ഡയലോഗ്. അങ്ങനെ പറഞ്ഞ് അവസാനം തീവണ്ടി ക്യാൻസലാന്ന് പറയും. ക്യാൻസൽ ഹോകയാ, ട്രെയിനില്ലാന്ന്. അല്ല, അതോടെ നാടകം തീർന്നു. സെക്കൻഡ് പ്രൈസ്. ജഡ്ജസ് പറഞ്ഞു, ഭയങ്കര ഫിലോസഫിക്കലായ നാടകം അത്, ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ കന്നഡയിലൊക്കെ പരീക്ഷിക്കാൻ വന്നത്. കന്നഡത്തിലെ എല്ലാത്തിനും അവസാനം അങ്ങനെ പറഞ്ഞ എക്കടെ പോത്തുണ്ട്, അക്കടെ വണ്ടിയിലൊക്കെ. ഇത്രേ ഉള്ളൂ സെക്കൻഡ് പ്രൈസ്. ബാക്കിയൊക്കെ ഹിന്ദി വേണം. സിനിമ എടുക്കാവുന്ന കേട്ടോ അങ്ങനെ. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. ഇന്നല്ല എക്കാലത്തും എല്ലാവരുടെയും ആശങ്ക എന്ന് പറഞ്ഞാൽ തലമുടി വളരുകയോ കൊഴിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ളൊരു പേടിയൊക്കെയാണ്. അതിന് പല പ്രതിവിധികൾ, മരുന്നുകൾ, ഒറ്റമൂലികളൊക്കെ എല്ലാവരും പറയാറുണ്ട് അല്ലേ. പണ്ട് കാലം തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വെളിച്ചെണ്ണ, നല്ലെണ്ണ, കാസ്റ്റർ ഓയിൽ, ഇവ മൂന്നും ഒരേ അളവിലെടുക്കുക. എന്നിട്ട് ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചിട്ട് നല്ല വെയിലത്ത് ഒരു 3 ദിവസം വയ്ക്കുക. ആ എണ്ണ ഒരു നീല കളറിലോട്ടായിട്ട് മാറും. അത് തലമുടി വളരാൻ വളരെ നല്ലതാണ്. പണ്ട് തൊട്ടേ ഉപയോഗിക്കുന്ന ഒരു നാട്ടുവൈദ്യമാണ്. പ്ലീസ് ട്രൈ. You can also try that. എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞെങ്കിൽ. വെളിച്ചെണ്ണ സിമ്പിളാണ്, വീട്ടിലുള്ള സാധനം തന്നെ. വെളിച്ചെണ്ണ, നല്ലെണ്ണ, കാസ്റ്റർ ഓയിൽ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ചെമ്പരത്തി പൂവിൻ്റെ ഇതൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചിട്ട് നല്ല വെയിലത്ത് വെക്കുക. ചൂടാക്കൊന്നും വേണ്ട, വെയിലത്ത് വെച്ചാൽ ആ സൺലൈറ്റിൽ ആ പൂവിൻ്റെ ഇതളിൻ്റെ സത്ത് ഇങ്ങനെ ഇറങ്ങി അതൊരു ബ്ലൂ കളറാവും. അതാണ് അതിൻ്റെ ഒരു എസെൻസ് എന്ന് പറയുന്നത്. അതിനെ തലയിൽ തേച്ച് നല്ല മുടി വളരും. അതെ, ചെമ്പരത്തി പൂ വളരെ നല്ലതാണ്, തലമുടി വളരാനൊക്കെ വളരെ നല്ലതാണ്. ഇപ്പൊ തന്നെ ട്രൈ ചെയ്യും. സീൻ ഓപ്പണിംഗ് ഒക്കെ ശരിക്കും എഴുതി തുടങ്ങിയപ്പോൾ വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ടേക്കിംഗ് സച്ച് എ ഫാന്റാസ്റ്റിക് മൂവി ലൈക്ക് ഷട്ടർ? എന്തുകൊണ്ട് അങ്ങനെ ഷട്ടർ എന്ന് പേരിട്ടു? അതൊന്ന്. രണ്ട്, അതിന്റെ ഒരു ഫസ്റ്റ് സീൻ എഴുതുമ്പോൾ തന്നെ യു നോ ദാറ്റ് അല്ലേ, യു സ്മെൽ. ഇപ്പൊ ഈ പറഞ്ഞ ഒരു സ്പൈഡർമാൻ്റെ ഒരു കളിയായിരുന്നു. ഓരോന്നും ചെയ്ത് തോറ്റ് ഫുട്ബോള് അങ്ങനെ പലതിലും കയറി ലാസ്റ്റ് നെയ്ത വെബ് യു കെപ്റ്റ് ഇറ്റ് വെരി സേഫ് ആസ് എ ഡയറക്ടർ അല്ലേ? അതെ, അതും ഒരു ഫൈറ്റിംഗ് ആണ്. എങ്ങനെ ചിന്തിച്ചു അത് ജോയ്? അറ്റ് വാട്ട് മൊമെന്റ് യു ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി? അതൊരു വളരെ സിമ്പിൾ സ്റ്റോറി. സിമ്പിൾ, എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണ്. എന്നാലും അത് ആ സിനിമ സിമ്പിൾ ആയിട്ട് തോന്നില്ല. പക്ഷെ അതൊരു ഒരു വീടിന്റെ ഫ്രണ്ടിലുള്ള ഒരു കാർ ഷെഡിന്റെ ഷർട്ട്. അതിന് ഇപ്പം ചോദിച്ചില്ലേ എന്താ പേര് വരെ കാരണം, അതിന് വേറൊരു പേര് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റില്ല. ഷട്ടറിനേ പറ്റുള്ളൂ. ഇപ്പൊ അത് വേറെ ഭാഷയിലൊക്കെ എടുക്കുമ്പോഴൊക്കെ ഈ പ്രശ്നമുണ്ട്. തമിഴിലെടുക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ പേര് വെക്കുന്നതിന് ടാക്സ് വേറെ കൊടുക്കണം. പക്ഷെ വേറെ പേര് ഇല്ല. അതായത് ഷട്ടർ എന്തുവാ, ഇപ്പൊ നിങ്ങളുടെ ഒരു ഡാംസിന്റെ ഷട്ടറാവാം, ക്യാമറയുടെ ഷട്ടറാവാം, കണ്ണിന്റെ ഷട്ടറാവാം, മനസ്സിന്റെ ഷട്ടറാവാം. ഈ ഷട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു മെറ്റഫറാണത്. പുറകിൽ നിങ്ങളുടെ വീടാണ്, മുമ്പിൽ സമൂഹമാണ്, നടുക്ക് ഉള്ളൊരു ഒരു ബാരിക്കേഡ് മാത്രമാണ് ഈ ഷട്ടർ. ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾ പുറം ലോകത്തേക്ക് പോകുന്നത് വളരെ വൃത്തികെട്ട രീതിയിലാണ് അല്ലേ? ലോകം കാണുക, ലോകം നോക്കി കാണുക. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും വീടാണുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലം. ഒരു സൊസൈറ്റിയിൽ അങ്ങനെയാണല്ലോ. അപ്പൊ അത് തകരും. ഇതിനിടയ്ക്കുള്ളൊരു സംഘർഷം. ഇപ്പൊ പല ഭാഷകളിലേക്ക് ഞാനത് റീമേക്ക് കൊടുത്തു.
എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും റീമേക്ക് ചെയ്യപ്പെട്ട സിനിമ ഷട്ടറാണ്. ആ വിവരം ഞാൻ ഇവിടെ പറഞ്ഞുകൊള്ളു. സന്തോഷമാണ്. ദൃശ്യമാണ് സെക്കൻഡ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ 1-2 പേരോടൊക്കെ ഞാൻ അവസരങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ ജോയോട് എന്നെ ആ സിനിമയിൽ ഒന്ന് അഭിനയിപ്പിക്കണം, ആ സൗഹൃദത്തിന് പറഞ്ഞാൽ ചോദിച്ചു. ഒരിക്കലും ഇല്ല, താരക്ക് മുഖമില്ല, ഞാൻ ചെയ്യില്ല. ഭയങ്കര സങ്കടം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കള്ളിക്കാട് രാമേന്ദ്രന്റെ ഒരു സീരിയലിൽ ഞാനിപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് ഇയാള് പെട്ടെന്ന് ഒരു ദിവസം അഭിനയിക്കാൻ വന്നതാണ്. അങ്ങനെയൊന്നുമല്ല. ഞാൻ എല്ലാ സ്ഥലത്തും പറയും, ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ഒരു നടനെ തിരിച്ചറിയുന്നുള്ളൂ. എത്രയോ നല്ല നടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, നാടകത്തിലൊക്കെ. ഞാൻ 25 നാടകം എഴുതി, എത്രയോ സ്റ്റേജ് നാടകം പെർഫോം ചെയ്തു. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞില്ലേ നാടകത്തിലുണ്ടായിരുന്നു. അമ്മ അറിയാനുള്ള സിനിമ ജോൺ അബ്രഹാമിന്റെ, മലയാളത്തിന്റെ ഒരു നാഴികക്കല്ലാണ്. ഇന്നിപ്പോ വീണ്ടും ആൾക്കാർ കാണുന്നത് ഈ മനുഷ്യൻ അന്ന് അഭിനയിച്ച സിനിമ ഒന്ന് കാണണം എന്നുള്ള രീതിയിൽ അതിലെ നായകനാണ്. അതിലെ നായകൻ. അത് ജോൺ അബ്രഹാമിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. അതൊക്കെ ഒരു ഭയങ്കരമായ അത് വേറെ തന്നെ വേ ഓഫ് ഫിലിം മേക്കിംഗ് ഡിഫറെന്റ് ആണ്. എനിക്ക് അദ്ദേഹത്തിന് ഫിലിം മേക്കിങ്ങിൽ കുറെ ആസ്പെക്ട്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അതായത് ഒന്ന് സിംപ്ലിസിറ്റി. ഈ ബുദ്ധിജീവി ചാടൊന്നും ജോണിന്റെ സിനിമയ്ക്കില്ലല്ലോ. അഗ്രഹാരത്തിൽ കഴുതാന്നൊക്കെ പറഞ്ഞിട്ട് കഴുതിയാണ് നായകൻ. ഒരു കഴുത ഒരു ഗ്രാമത്തിൽ വന്നു പെട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അല്ലാതെ ഗഹനമായി ചിന്തിച്ച്, അതായത് ഒന്നും പ്രേക്ഷകനെ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ തന്നെ ഒരു ഡയറക്ടർ എന്നുള്ളതിന്റെ റെസ്പെക്ട് മുഴുവൻ ഞാൻ മനസ്സിൽ വെച്ചിട്ട് ഞാൻ പറയുന്നത്. ചിലർ പറയും നമ്മൾ ഒരുപാട് വായിക്കുന്നതുകൊണ്ട് 2 കണ്ണ് കണ്ട് കാണുന്ന സീനാണ് ഒരു കണ്ണുള്ള ക്യാമറ ഒപ്പിയെടുക്കുന്നത്. നമ്മൾ 2 കണ്ണ് കൊണ്ട് കാണുന്നതാണ്, പക്ഷെ ഇത് സിംഗിളായി ഒരു ലെൻസ് അങ്ങനെ. പക്ഷെ അതിൻ്റെ സെക്കൻഡായി എന്ന് പറയുന്നത് ഡയറക്ടറാണ്. ഈ സെക്കൻഡായി ഡയറക്ടർ കാണുന്ന കാഴ്ചപ്പാടും ക്യാമറ കാണുന്ന കാഴ്ചപ്പാടും രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു മനോഹരമായ സിനിമ ഉണ്ടാകും. എക്സാക്ട്ലി അല്ലേ? ആ ക്യാമറ വെക്കുന്ന ഒരു പെർസ്പെക്റ്റീവാണ് പ്രശ്നം. അതെ, നമ്മളൊരു സബ്ജക്റ്റിനെ എങ്ങനെ നോക്കിക്കാണും. പല പടവും പൊളിയുന്നത് അതുകൊണ്ടാണ് പെർസ്പെക്റ്റീവ് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ അതിലെ പ്രധാന ഹീറോയിൻ എന്നുള്ളതൊരു സെക്സ് വർക്കറാണ്. എനിക്ക് വേണമെങ്കിൽ വളരെ മോശമായിട്ട് ഞാൻ കണ്ടു, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് അവരുടെ ബോഡി ഉപയോഗിച്ച്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരെ ഞാൻ പറയാൻ വന്നതാണ്. പറഞ്ഞില്ല, ക്യാമറ ഒരു രീതിയിൽ പോലും അവരുടെ ശരീരം നോക്കിയിട്ടില്ല. ഓക്വേർഡായിട്ട് ഒരു ആംഗിൾസും ഇല്ല. അവരോട് എനിക്ക് ഭയങ്കരമായ സ്നേഹം തോന്നി. എനിക്ക് അത് സംവിധായകന്റെ കഴിവാണ്. സത്യം, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങളിലൂടെ എനിക്ക് അവരെ കാണാൻ പറ്റി എന്നുള്ളതാണ്. That's what underline ചെയ്ത് ഞാൻ പറഞ്ഞത്. The second eye of a super hit film is director. അങ്ങനെ ആവുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഓണസ്റ്റിയാണ് അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തത്. സത്യം. കാരണം അതിൽ ഒന്നും വെച്ച് കിട്ടിയിട്ടില്ല. ഒരു സീൻ പോലും നിങ്ങൾക്ക് ഇത് ജീവിതത്തിൽ ഇല്ലാത്തതാണല്ലോ എന്ന് നിങ്ങൾ പറയില്ല. ഒരു മുസ്ലിം വീട് കാണിക്കുമ്പോൾ സാധാരണ മലയാള സിനിമയിൽ മാപ്പിളപ്പാട്ടിൻ്റെ അകമ്പടി ഉണ്ടാവും, അല്ലേ? അത്ര ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഗതികളുണ്ടാവും. അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്നുകൊണ്ട് ദൂരെ എവിടെയോ ആരോ വാങ്ങി വിളിച്ചിട്ടുണ്ടാവും. അതൊന്നും ഇല്ലല്ലോ സാധാരണ. ഏറ്റവും വലിയ അതിനകത്തുള്ളൊരു ലോജിക്കൽ കെമിസ്ട്രി എനിക്ക് ഷോക്ക് അടിച്ചത് ആ മകൾ അച്ഛനെ കാണുമ്പോഴേ ഒരു അക്ഷരം ചോദിക്കാതെ പോകുന്നതാണ്. മകളല്ലേ ഹെൽപ്പ് ചെയ്യണേ അല്ലേ ലാസ്റ്റ്? വണ്ടർഫുൾ. ആരെ സഹായിച്ചു, ആരെങ്ങനെ വന്നു എന്നുള്ളത് എങ്ങനെയൊക്കെ സിനിമ ഉണ്ട്. ഒരിക്കലും ഒരു അച്ഛൻ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയാലെന്ന് ആലോചിച്ചു. ഞാനെപ്പോഴും ആലോചിക്കും, if that happens to me എന്ന് പറഞ്ഞ് നമ്മൾ കാണുമ്പോഴാണ് അതിന്റെ ഒരു ടെൻഷൻ നമ്മൾ ഏറ്റവും ട്രസ്റ്റ് വർത്തി. അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കി ആ സിനിമ. അതായത് ഞാനാണോ പെട്ടത് എന്ന് ജനം ഒരിക്കലും അത് ലാലാണ് എന്ന് തോന്നില്ല. അത് സ്ത്രീകൾക്കായാലും പോലും എന്നോട് എത്രയോ സ്ത്രീകൾ ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്, ഓ അയാള് വെട്ടിക്കപ്പെട്ടു പോകുന്നു, ഞങ്ങൾ വേയാറ്. ഞങ്ങൾ നിങ്ങളെന്തിനാ വേയാറാവുന്നത്? അല്ല, അയാൾ ആള് ഇന്നസെന്റ് അല്ലേ, പാവം, കള്ളുടിച്ചിട്ട് കുടുങ്ങിപ്പോയതല്ലേ, അങ്ങനെയൊക്കെ. എന്നിട്ട് അതിൽ ഭയങ്കര ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം ഉണ്ട് എൻ്റെ അകത്ത്. ഇവൾ പറയാണ്, ഞാൻ ഒരാൾക്ക് വേണ്ടി വാങ്ങിയ ഷർട്ടാണ്, നിങ്ങൾ വേണ്ടി ഇട്ടോളി പറഞ്ഞിട്ട് ആ ഭാഷയില് വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചത്. അത് അല്ലാതെ അത് കൃത്രിമമായിട്ട് ഞാൻ പറയണം, ഞാനൊരു ഷർട്ട് വാങ്ങിച്ചിരുന്നു, മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഒരു ലാളിത്യം ആണ് അതിന്റെ ബ്യൂട്ടി. അങ്ങനെ ഒരു സിനിമ എടുക്കാൻ പറ്റുമ്പോഴേ അടുത്ത സിനിമ എടുക്കണ്ടോ എന്ന് വിചാരിച്ചിരിക്കുക. ഇനി അതിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞതേ. അതെ, ഐ വാസ് അബൌട്ട് ടു ആസ്ക്. പക്ഷെ നമ്മളൊരു നല്ലൊരു ക്രിയേറ്റീവ് ഡയറക്ടറിന്റെ അടുത്ത് ഇനി അടുത്ത പ്രോജക്റ്റ് എന്താണെന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം. ബിക്കോസ് ദാറ്റ് ക്രിയേറ്റീവ് ഡയറക്ടർ വിൽ മേക്ക് എ മൂവി സിമിലർ ടു ഷട്ടർ. അതാണ്. സോ വി ആർ എക്സ്പെക്ടിങ് സംതിങ്. എനിക്ക് ഐഡിയാസിന്റെ ക്ഷാമമൊന്നുമില്ല. എന്നോട് എത്രയോ ആൾക്കാർ സബ്ജക്റ്റ് ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞെടുത്ത് വരും. ഞാൻ പറയും, എൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് സബ്ജക്റ്റിന്, എനിക്കൊരു ക്ഷാമമില്ല.
ഈ ചെറിയ ഇൻസിഡൻസ് മതി ഈ ഒരു സിനിമയ്ക്കൊക്കെ. അല്ലാതെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആവണ്ട. വലിയ കഥയൊന്നും ഉണ്ടാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. പറയാനുള്ളത് അതിൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും സൂക്ഷ്മമായിട്ട് പറയേണ്ട കാര്യം മാത്രം പറയുക. അതിൽ മാത്രം ഊന്നിയാൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നും. എനിക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ സിനിമയിൽ മുമ്പ് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. ആസ് എ ഡയറക്ടർ എന്നുള്ളതിലേക്ക് ഞാൻ എനിക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യേണ്ടത് കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട് ഒക്കെ ഇല്ലേ? അല്ല, കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. എന്തിലുണ്ടോ? വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം പഠിക്കാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, ക്ലച്ച്, ഗിയർ, ബ്രേക്കൊക്കെ അറിയണ്ടേ? അതുപോലെ ഇതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം നമ്മൾ എന്തായാലും. ഒരു പുസ്തകം ബൈൻഡ് ചെയ്യണമെങ്കിലും കുറെ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും അതിൻ്റെ ടെക്നിക്കൽ നോഹവ് കാണും. അത് വിചാരിച്ച് എല്ലാത്തിനും മാസ്റ്ററായിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ക്ലാപ്പ് അടിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അവിടുന്ന് അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ട് കുറേ ചീത്തയൊക്കെ കേട്ട് ചായ വാങ്ങിക്കൊടുത്തിട്ടും ഒക്കെ വന്ന് ഒരു പടം സംവിധാനം ചെയ്യണം. എനിക്ക് ഒരു കാര്യം പ്രൂവ് ചെയ്യേണ്ടിയിരുന്നു, ഇതൊന്നും ഒരു ആനക്കാര്യമല്ല. എനിബഡി ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് ചെയ്യാം സുഖമായിട്ട്. ഇയാൾക്ക് എന്നോ ചെയ്യാം ഡയറക്റ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു പേഴ്സ്പെക്റ്റീവേ ഉള്ളൂ. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായിട്ട് ഓഡിയൻസിലേക്ക് എത്തണം. ഫസ്റ്റ് ഓഫ് ഓൾ യു മസ്റ്റ് ഹാവ് ടു ബി എ സ്പെക്ടാക്ടർ, എൻ ഓഡിയൻ. നിങ്ങൾ ആദ്യം ഒരു പ്രേക്ഷകനാവണം. എൻ്റെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള സീൻ പറയാൻ വേണ്ടി പല ഡയറക്ടേഴ്സും വരും. ഇപ്പോഴത്തെ കാലത്ത് ക്യാരക്ടർ ഇങ്ങനെ പറയും, കഥയൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, ഭയങ്കര ബോറായിരിക്കും കഥ കേട്ടോ. അപ്പം ഞാൻ പറയും, നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ 100 രൂപ ടിക്കറ്റ് കൊടുത്തിട്ട് ഈ സിനിമ കാണുമോ ഒരു പ്രേക്ഷകൻ എന്നുള്ളത്? അല്ല, അത് അങ്ങനെയല്ല. അത് എടുത്തു വരുമ്പോൾ നിങ്ങൾ കാണൂല. ഒന്നാമതായിട്ട് പേരെന്നെ അങ്ങനത്തെ പേരാ, ഞാൻ പേരൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്രേക്ഷകനായിട്ട്, ഞാൻ എൻ്റെ ഷട്ടർ എന്നുള്ള സിനിമ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ കാണുക. ചെറിയ മാറ്റങ്ങൾ പിന്നെ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ എൻ്റെ വലങ്കൈ ആയിട്ടുള്ള എൻ്റെ ക്യാമറാമാനായിരിക്കും. ഞാൻ ഈ ലെൻസുകളെ പറ്റി പഠിച്ചിട്ട് അവഗാഹം നേടിയിട്ടുള്ളൊരു ബുദ്ധിജീവിയൊന്നുമല്ല. മിനിമം കുറച്ച് ഐഡിയ ഒക്കെ നമുക്കുണ്ട്, ഏതൊക്കെ ലെൻസ് ഉപയോഗിച്ച് എന്തൊക്കെ കിട്ടും. പിന്നെ ഇപ്പോഴൊക്കെ ഗൂഗിളിലൊക്കെ തപ്പിയാൽ അറിയാമല്ലോ. ഇതൊന്നും ആരും മെനക്കെടുന്നില്ല ആൾക്കാർ. പിന്നെ എഡിറ്റ് ചെയ്യാൻ എനിക്കറിയാം. ഞാൻ മുമ്പ് ചാനലിൽ വർക്ക് ചെയ്യുമ്പോൾ സിംഗിൾമാൻ ബ്യൂറോ ആയിരുന്നു. അതൊക്കെ സ്ട്രഗിളിൻ്റെ ഭാഗമാണ്. ഗൾഫിൽ പോയി ഞാൻ ജോലി ചെയ്തു, പല ജോലി ചെയ്തു. ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തു. ഞാൻ സിനിമ എടുത്ത് പഠിക്കുകയായിരുന്നു. അത് അവർക്ക് ചാനലുകാർക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെയും അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവരുടെ ചെലവിൽ ഞാൻ തന്നെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യണം, ഞാൻ തന്നെ വണ്ടി ഓടിക്കണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ ആങ്കർ ചെയ്യണം, ഞാൻ തന്നെ ന്യൂസ് FTPയിലാക്കിയിട്ട് അയക്കണം, ഷെഡ്യൂൾ ചെയ്യണം. അത് സിംഗിൾമാൻ ബ്യൂറോയിൽ വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാൻ 4 ആളുടെ ശമ്പളം ചോദിച്ചു. വേണമല്ലോ, 4 ആൾക്ക് വിസ വേണ്ട, ഒരു വിസ മതി. 4 ജോലി ചെയ്യും. ഡ്രൈവർ പണിയെടുക്കും, മാർക്കറ്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യും. രസമായിരുന്നു അതൊക്കെ. രാത്രി 1 മണി വരെയൊക്കെ ജോലിയുണ്ട്. അപ്പോൾ എനിക്കൊരു ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പോവുക. അപ്പോൾ എനിക്കിഷ്ടമുള്ള ഫ്രെയിം ഞാൻ വെക്കും. അത് കൺവെൻഷണൽ ആയിട്ടുള്ള ന്യൂസ് ഫ്രെയിം ആയിരിക്കില്ല. നിങ്ങൾക്ക് പഴയ ഞാൻ വർക്ക് ചെയ്ത ചാനലിൽ വിഷ്വൽസ് എടുത്ത് നോക്കി അറിയാം. പക്ഷെ എൻ്റെ മേലധികാരികൾക്ക് പലർക്കും ഇഷ്ടാവില്ല. അത് നിന്നെ സിനിമ എടുക്കാനല്ല അങ്ങോട്ട് വിട്ടത്, ന്യൂസ് അയക്കാനാന്ന് പറയും. ഇത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പ്രീമിയറിൽ എഡിറ്റ് ചെയ്യും. എൻ്റെ മക്കളൊക്കെ എൻ്റെ ശല്യം കൊണ്ട് അവർക്കതിൻ്റെ ഡയലോഗൊക്കെ ബൈഹാർട്ടായി. എഡിറ്റ് ചെയ്യുന്നവർക്കറിയാം. അതിങ്ങനെ റിപ്പിൾ ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടേംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ സൗണ്ടും ഇതൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ. പക്ഷെ അതൊക്കെ ഞാൻ പഠിച്ചതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? ഷട്ടർ എന്നുള്ള സിനിമ എഴുതുമ്പോൾ തന്നെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് എഴുതുന്നത്. എഡിറ്റഡ് പിക്ചറാണ് വരിക. ആവശ്യമില്ല എനിക്ക് തോന്നും. പിന്നെ എന്നെ ഫൈനൽ കട്ടിൽ എന്നെ നടൻ ലാലൊക്കെ സഹായിച്ചിട്ടുണ്ട് എഡിറ്റിങ്ങിൽ. ഈസ് എ വെരി ഗുഡ് എഡിറ്റർ. ഭയങ്കര എഡിറ്റിംഗ് സെൻസുള്ള ആളാണ്. കാരണം ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് ജനങ്ങളെ പിടിച്ചിരുത്താൻ ഒരു സംഘനൃത്തമില്ല, ഒരു പ്രണയമില്ല, ഡ്യുവറ്റില്ല, കോമഡി ഈ സ്റ്റാർസ് ഇല്ല. ആകുള്ളത് ഒരു സസ്പെൻസിൻ്റെ എലമെൻ്റാണ്. ഹിച്ച്കോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഒരു ഫേവറേറ്റ് കക്ഷിയാണ്. പറയേണ്ട കാര്യമില്ല, പടം കാണുമ്പോൾ തന്നെ. അപ്പോൾ ആ ഒരു എലമെൻറ്റ് കീപ്പപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡിറ്റിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ ഫൈനൽ എഡിറ്റിങ്ങിൽ ഞാൻ ലാലിനോട് പറഞ്ഞു ഹെൽപ്പ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ 2-3 കട്ട്സ് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ട്. അതുപോലെ സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിലും ഞാൻ ഈ സ്ക്രിപ്റ്റ് ഒരു ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നെ അറിയുന്ന എല്ലാ സ്നേഹിതന്മാർക്കും ഈ കഥ ആദ്യം അറിയാം. പിന്നെ എത്ര പേർക്കറിയാം. പറയാൻ പാടില്ല, സൂക്ഷിച്ചു വെക്കണം, അങ്ങനെയൊന്നുമില്ല. അത് നമ്മളെ മനസ്സിലുള്ളൊരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞു കിടക്കുന്ന എത്രയോ പുതിയ കഥകൾ പലർക്കും അറിയാം. എനിക്ക് ഉറപ്പ് അവർക്ക് ചെയ്യാൻ പറ്റില്ല.
തുറന്ന പുസ്തകം ഒരിക്കലും അത്രേ ഉള്ളൂ. അപ്പോൾ അവർ സാധാരണ മനുഷ്യന്മാർ. ഞാൻ എൻ്റെ പടം ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ട് ആദ്യം കാണിച്ചത് എൻ്റെ വീട്ടിനടുത്തൊരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. അവന് പിന്നെ എൻ്റെ ഒരു സഹായിയുണ്ട് നബീൻ എന്ന് പറഞ്ഞിട്ട് അവന്, പിന്നെ ഡോക്ടർ രാജേഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷട്ടറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ കാലത്തെയും ഒരു വലം കൈ, നല്ല വെൽ റെഡാണ്, സിനിമയെ പറ്റി നല്ലത്, നല്ല ഡോക്ടറാണ്, ജനകീയനാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യം എൻ്റെ വീട്ടിൽ ടി വിയിൽ ഇത് കാണിച്ചു. അപ്പോൾ ഡയലോഗ് ഡബ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഡബ് ചെയ്യും. ഇവരിങ്ങനെ കാണുമ്പോൾ ഞാൻ എല്ലാ ഡയലോഗും ഞാൻ പറയും. ശ്രീനിവാസൻ്റെ ഡയലോഗ് ഞാൻ പറയും, ലാലിൻ്റെ പറയും, സജിതയുടെ പറയും. അപ്പോൾ ഒരു സിനിമ കാണും. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നത് മാത്രം എന്നോട് പറഞ്ഞു, ജോയേട്ടാ ഇത് ആരെ സിനിമയാണെങ്കിലും എൻ്റെതാണെന്ന് അറിയില്ല, ഇതിൻ്റെ കോപ്പി കിട്ടുകയാണെങ്കിൽ ഇറക്കിക്കൊള്ളിട്ടോ, ചിലവാകുന്നു. ഓട്ടോ ഡ്രൈവർ റോളല്ലേ അല്ലേ? അത് അപ്പം അതിനു മുമ്പ് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ എന്നോട് വേറൊരു കക്ഷി, എൻ്റെ ഒരു ഫ്രണ്ട്, സാധാരണ മനുഷ്യൻ, എന്നോട് പറഞ്ഞു, അല്ല ചോദിട്ടാ അയാൾക്ക് മൊബൈലിൽ വിളിച്ചാൽ പോരെ, അവനെ ഹെൽപ്പ് ചെയ്യാം. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ മൊബൈൽ ഫോണിൻ്റെ എനിക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ കഥ ഞാൻ ആലോചിക്കുന്നത് 10-15 കൊല്ലം മുമ്പാണ്. അന്ന് മൊബൈൽ ഫോൺ ഇല്ലല്ലോ. അപ്പം ഞാൻ ആലോചിച്ചു, അയ്യോ മൊബൈൽ ഉണ്ടല്ലോ. സ്ക്രിപ്റ്റ് മുഴുവൻ പൊളിച്ചു മാറ്റി. ഈ മൊബൈൽ ഫോൺ വരണം, അതായത് എടുക്കരുത്, അയാൾ മകൾക്ക് കിട്ടണം, ഇങ്ങനെ പിന്നെ ലോജിക്ക്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ സാധാരണ ആൾക്കാരുടെ അടുത്ത് കിട്ടും നമുക്ക്. നമ്മൾ ആരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ഒരു പ്രേക്ഷകനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവരൊക്കെ ഭയങ്കര ബുദ്ധിമാന്മാരാണ് എന്നേക്കാളും. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. ഈ ലോങ് ഷോട്ട് വെച്ചിരിക്കുന്നത് ഞാൻ ഫിലോസഫിക്കലാണ്. ചില ആൾക്കാരങ്ങനെ പറയും, എൻ്റെ മറ്റേ ഷോട്ട് എന്ത് അങ്ങനെയൊന്നുമില്ല. ജോയോട് നാടിനോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. കോഴിക്കോട് നിന്ന് വന്നവരെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കോഴിക്കോടിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ, കോഴിക്കോട് എനിക്ക് ഒരു ചൈൽഡ്ഹുഡിലുള്ള വിഷമങ്ങളും സന്തോഷങ്ങളും ദുരിതങ്ങളും അവഗണനകളും പ്രതികാരങ്ങളും ഒക്കെ ഉണ്ട്. സ്നേഹമുണ്ട്, അതേസമയം ശത്രുക്കൾ ഒരുപാടുണ്ട്. അതും എനിക്കിഷ്ടമാണ്. പിന്നെ ശത്രുത വേണം മനുഷ്യന്, ശത്രുത പ്രതികാരമൊക്കെ വേണം. അല്ലാണ്ട് നമ്മൾ ഗാന്ധി എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനെല്ലാം ഇതിൻ്റെ സ്വീറ്റ് റിവെഞ്ചസ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഷട്ടറിൻ്റെ ടൈറ്റിൽ തന്നെ അബ്ര ഫിലിംസ് ഇന്റർനാഷണൽ ആണ് ഒരു പ്രൊഡക്ഷൻ ബാനർ. അബ്ര എന്നുള്ളത് അറിയാലോ, ദുബായിൽ ദേരയും ബർദുബായും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കടലെടുക്കാണ്. ഞാൻ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ അതിന് കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അത് കടക്കണമെങ്കിൽ 50 ഫിൽസാണ് ചാർജ്. ഓർമ്മയുണ്ടോ കവിത? കവിത പബ്ലിഷ് ചെയ്തതാണ്. ഓർമ്മയുണ്ടോ? എനിക്ക് വേണ്ടി 2 പേര് ചൊല്ലും. പാടിപ്പിച്ചാൽ ജോയനെ ഓടിക്കും. കവിത തന്നാലും കവിത ഇപ്പൊ ഓർമ്മിച്ചെടുക്കൽ പാടാ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവിത ഇപ്പോ ഈ നിമിഷം പിന്നെ പുലർകാലത്തിൽ അവർ വെയിറ്റ് ചെയ്യാണ്. ആണോ? ഇത് പറഞ്ഞിട്ട് പോരെ? മതി. അപ്പൊ ഞാൻ ഈ സ്വീറ്റ് റിവെഞ്ചിന്റെ ഒരു കാര്യം പറയാം. അബ്ര ഫിലിംസ് ഇന്റർനാഷണൽ. അപ്പോൾ ഈ അബ്ര കിടക്കാൻ 50 ഫിൽസ് വേണം. അപ്പൊ ഞാൻ ഇവിടുന്ന് ആകെ കുത്തുവാലെടുത്തിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് എനിക്ക് സിൽവർ സ്പൂണിൽ ഫീഡ് ചെയ്തിട്ട് ഞാൻ ദുബായിൽ ഫ്ലൈറ്റിൽ പോയി ഇറങ്ങിയിട്ട് എനിക്ക് എന്നെ കൊട്ടിക്കണം അങ്ങനെയൊന്നുമില്ല. ജോലി അന്വേഷിച്ച് പോയതല്ലേ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കാര്യം എന്തുതന്നെയായാലും. കാരണം ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. എനിക്ക് ആത്മഹത്യ ചെയ്യുന്നതിനോട് ഭയങ്കര ദേഷ്യവും സഹതാപമൊക്കെയാണ്. ആ ഒരു ലൈഫേ ഉള്ളൂ. എന്ത് വന്നാലും എന്താ, പിന്നെ ജീവിച്ചൂടെ? ഒരു പോയി ആത്മഹത്യ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ കൂടെ തന്നെ ബിസിനസ് ചെയ്ത് മറ്റൊരാൾ ആത്മഹത്യ ചെയ്തു, ഒരു പബ്ലിഷർ. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ആത്മഹത്യ ഞാൻ ചെയ്യാൻ പോകില്ല. സാമ്പത്തിക പ്രശ്നം എല്ലാവർക്കും ഉണ്ടാവും. ഇതൊന്നും ആത്യന്തികമായ പ്രശ്നമല്ല, പരിഹരിക്കാവുന്നതുള്ളൂ. മഹാരോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമുള്ളൂ. അങ്ങനെ ദുബായിലെത്തിയിട്ട് ഈ ജോലി അന്വേഷിച്ച് പോയി, ജോലി കിട്ടി. ഈ അബ്ര കിടക്കാനുള്ള 50 ഫിൽസില്ലാതെ നിന്നുണ്ട് ഞാൻ. എൻ്റെ ഫ്രണ്ടിനെ കാത്ത് നിൽക്കുക. അവൻ കാശായിട്ട് വരണം. അവൻ്റെ മൊബൈലിലാണെങ്കിൽ ബാറ്ററി തീർന്നു. അന്ന് ഈ നോക്കിയയുടെ ചെറിയ ഫോണൊക്കെ ഉള്ളൂ. അങ്ങനെ നിന്ന് 2 മണിക്കൂറൊക്കെ നിന്നു. അവസാനം ഞാൻ അബ്ര ആ കടവിൽ കയറി, ആ തോണി കയറി. ഈജിപ്ഷ്യൻസാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഞാൻ മേരെ പൈസാനായി ബാത്റൂമിൽ കുച്ചിനായി, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ സിനിമ എടുത്തിട്ട് അബ്ര ഫിലിംസ് ഇന്റർനാഷണലിൻ്റെ പേര് ഷട്ടർ എടുത്തിട്ട് ദുബായ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ റെഡ് കാർപ്പറ്റിലാണ് ഷട്ടർ അവിടെ പ്രദർശിപ്പിക്കുന്നത്. വേൾഡ് പ്രീമിയർ അവിടെയാണ്. അപ്പം ഞാൻ അനുഭവിച്ചൊരു സന്തോഷം അവിടെയാണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന അച്ചീവ്മെന്റ് ആണ്.
എന്തായാലും നല്ല സുഖം കിട്ടി എനിക്ക്. ഇത് വേറൊരു കാര്യം പറഞ്ഞത്, ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്കുള്ള എല്ലാ സാമുദ്രിക ലക്ഷണവും താങ്കൾക്കുണ്ട്. ചുമ്മാ താങ്കൾ ഇങ്ങനെ ഇരുന്നാൽ മതി, പിന്നെ ഒരു ആർട്ടിസ്റ്റ് മുമ്പില് സംസാരിക്കില്ല. കാരണം അറിയാം, ആ നരച്ച താടി, കലഞ്ഞ മുടി, ആ നോട്ടം, പിന്നെ ഒന്ന് സ്റ്റാർട്ട് ക്യാമറ മാത്രം പറഞ്ഞാൽ അത് ഏത് നടനായിരുന്നാലും ശരി ഒന്ന് പറച്ചിട്ട് അഭിനയിക്കും. ചൂടാണ് ഡയറക്ട് ചെയ്യുമ്പം ചൂടാണ്. അല്ലല്ല, എങ്ങനെയാന്ന് എനിക്കറിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ അഭിനയിച്ചവരോട് ചോദിക്കാൻ അവസരമുണ്ട്. എൻ്റെ അടുത്ത പടത്തിൽ ഒരുപാട് ആൾ വേണം. അത് എൻ്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ, എനിക്കൊരു വട്ട് പോലെയാന്ന് തോന്നുന്നു. പക്ഷെ ജോബിയിലാണ് എനിക്ക് മൊത്തം റിലാക്സ്ഡ് ഞാൻ ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ ലൈറ്റ് ബോയ്സ് ഒക്കെ ചിരിക്കുകയായിരുന്നു. ഈ ഇതിൻ്റെ ഡയലോഗൊക്കെ ഇല്ലേ, ഈ സജിതയുടെ ഡയലോഗൊക്കെ ഇല്ലേ, ഹലോ ഞാൻ മൈസൂരാ, താജ് ഹോട്ടലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ലൈറ്റ് ബോയ്സ് ഒക്കെ ചിരിക്കും. അപ്പോൾ ഹരി പറയാ എന്തോ ചിരിച്ചു, അവർ ചിരിക്കട്ടെ ഇത് പടം ഓടും. അവർ ചിരിക്കുമെങ്കിൽ ഈ പടം ഓടും. പിന്നെ ഞാനങ്ങനെ ഈ കൃത്യസമയത്ത് 7:30 പോയിട്ട് ഷൂട്ട് ചെയ്യുക അങ്ങനത്തെ ഒരാളൊന്നുമല്ല. അപ്പം എൻ്റെ ഭാര്യയാണ് ഫിനാൻസ് ചെയ്തിരുന്നത് ഒരു ഘട്ടത്തിൽ എൻ്റെ പ്രൊഡ്യൂസർ പൈസ ഇല്ലാതായപ്പോൾ അവൾ പിന്നെ പ്രൊഡ്യൂസറായി പൈസ അയച്ചു തന്നു. എങ്ങനെയെങ്കിലും എന്നെ ഈ ഭ്രാന്തിന്ന് രക്ഷിക്കണമല്ലോ, ഇത് അവസാനത്തെ കൈയല്ലേ. അപ്പൊ അവൾ ഇവിടെ ഒരു ചാരനെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ, ഞാൻ എങ്ങനെ മര്യാദയ്ക്ക് ചോദിക്കുന്നത്. അവള് ഗൾഫില. അപ്പൊ ഈ ചാരൻ പറയും, പിടിച്ചിട്ട് പറയും, സരിതേച്ചി ജോയേട്ടൻ 10:30 ഇറങ്ങിയിട്ടില്ല കേട്ടോ, വന്നിട്ടില്ല. അപ്പൊ അവളെന്നെ വിളിക്കും, 10:30 മണിയിട്ടുണ്ട്, അവിടെ എല്ലാവരും കാത്തിട്ടുള്ളൂ. ഞാൻ പറയും എനിക്ക് 10:30 മണിക്ക് 11 മണിന്റെ ലൈറ്റ് ആവശ്യമുള്ളൂ. 7:30 മണിക്ക് പോയിട്ട് എൻ്റെ തെങ്ങിന് തട തുറക്കാൻ പോകല്ലോ. പല ആൾക്കാരും ധാരണ രാവിലെ മുതലേ ഷൂട്ട് ചെയ്യന്നെ. എനിക്കറിയാം കുറെ ആൾക്കാരുണ്ട് രാവിലെ വൈകുന്നേരം വരെ. കാരണം ലൈറ്റ് ബോയ്സിനൊക്കെ ബാറ്റ് കൊടുക്കുന്നതല്ലേ, ക്യാമറാമാന് ബാറ്റ്. അപ്പം പണിയെടുപ്പിക്കന്നെ, അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പം അടുത്തൊരു പടത്തിൽ വർക്ക് ചെയ്തു, പത്തേമാരി, ഗ്രേറ്റ് ക്യാമറാമാൻ മധു അമ്പാട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. മധു അമ്പാട്ടിനോട് ഞാൻ ചോദിച്ചു, ഒരു ഷട്ടറിൻ്റെ വലിയൊരു ഒരു സ്നേഹമുള്ള ആളാണ് ഷട്ടറിനോട്. അപ്പം എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതിന് പോരായ്മകളൊക്കെ പറഞ്ഞു, എനിക്കിഷ്ടമൊക്കെ കേൾക്കാൻ. അതിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു നിങ്ങൾ ഭയങ്കര സ്ലോ ആണെന്ന് പറയുന്നുണ്ട്. അമരൊക്കെ ചെയ്തോളാണ് കേട്ടോ, നാഷണൽ അവാർഡ് കിട്ടിയാളാണ്, വർക്ക് ഭയങ്കര സ്ലോ ആണ്, പക്ഷെ നല്ല റിസൾട്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു, ജോയ് ഫൈനൽ കട്ട് വേണ്ടത് നമുക്ക് ഒരു 3 minutes മതി ഒരു ദിവസം. അങ്ങനെ 30 days ഷൂട്ട് ചെയ്താൽ 90 minutes ഫിലിം ഉണ്ടാക്കാം. നമ്മൾ ആവശ്യമില്ലാതെ ദിവസം 15 minute ഔട്ട്പുട്ട് ഉണ്ടാക്കും. എന്നിട്ട് ഫൈനൽ ട്രിമ്മിൽ അതിൽ 3 minute എടുക്കുള്ളൂ. അപ്പോൾ ബാക്കി 12 minute വേസ്റ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് 3 minute സാധനം ഒരു ദിവസം ഉണ്ടാക്കിയാൽ മതി. അതൊക്കെ ഭയങ്കര ലെസൺസ് അല്ലേ. ഞാൻ ഇത്രയും പടം അഭിനയിച്ചിട്ട് എനിക്ക് ഇത്രയും ഒരുപാട് ഗുരുക്കന്മാർ കൂടെ പണിയെടുക്കാൻ പറ്റി. ഇതൊക്കെ പുതിയ പുതിയ അറിവുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അറിയാതെ തന്നെ ഞാൻ ഹരിയോട് പറയാം, ഹരി നമ്മൾ വാരിക്കോരി എടുക്കുന്നുണ്ട്. സീരിയലുകാർ ഇത് കേൾക്കുന്നുണ്ട്, വലിയൊരു അഡ്വൈസ് ആണ്. രാവിലെ അഭിനയിച്ച 10 മണി വരെ അഭിനയിക്കും ഞങ്ങള്. സീരിയലില് ഫാക്ടറി അല്ലേ അത്? അല്ല, അത് വേറെ രീതിയിൽ ഒരു വലിയൊരു അഡ്വൈസ് ആണ്. നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് വളരെ സീരിയസ് ആയിട്ട് ഞാൻ പല സെറ്റിലും പിന്നീട് അഭിനയിക്കാൻ പോയപ്പോൾ പറഞ്ഞു, മധു അമ്പാട്ട് സാർ ഇങ്ങനെ ഒരു പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ പല കുട്ടികളും പുതിയ ജനറേഷനിലുള്ള പല ആൾക്കാർ, ഞാൻ പലരും കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, ശരിയാണ് ജോയേട്ടാ പറഞ്ഞത്, നമ്മൾ ആവശ്യമില്ലാതെ കിടക്കും. 3 minute അല്ലെങ്കിൽ 4 minute ധാരാളം. അത് വിചാരിച്ച് അന്ന് നിർത്തണമെന്നില്ല. അത് 6 minute ഫൈനൽ കട്ട് എത്ര വേണം, ഔട്ട്പുട്ട് നമുക്ക് എന്താ വേണ്ടതെന്നൊരു തീരുമാനം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ വേസ്റ്റാണ്. അപ്പം എത്ര ആൾ അധ്വാനം, സമയം, പണം, എനർജി ഒക്കെ ലാഭിക്കാൻ പറയും. അതെ. കാര്യം ഞാനും ഒരു കാറ് നമ്മളിപ്പോൾ വി ഗോ ഫോർ റെന്റഡ് കാർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാർ വിട്ടിട്ട് റെന്റഡ് കാറിൽ പോവുക, ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം ആ കാറിനകത്ത് വേണ്ടത് എന്താണ്? ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഒരു ബസ്സിൽ നോക്കിയാലും ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്, പക്ഷെ അതിനകത്ത് മുഴുവനും എന്തിരിക്കുന്നു എന്നുള്ളത് ഏതൊരു സിനിമയില് കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറക്കുമ്പോൾ പാറ്റയൊക്കെ ഇറങ്ങി പോകുന്നതായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് നിങ്ങൾ ആ സൂക്ഷിക്കുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരു പക്ഷേ നിങ്ങളോട് വിശ്വസിച്ച് ട്രാവൽ ചെയ്യുന്ന ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പാസഞ്ചറിന്റെ ഉത്തരവാദിത്തമാണ്. ആ പാസഞ്ചർ രക്ഷപ്പെടുന്ന ഒരു പക്ഷേ ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കും. അത് അത്തരം ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടാവാതിരിക്കാനും
നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ എന്നാൽ അവോയ്ഡ് ആക്സിഡൻസ്. അഥവാ ഉണ്ടായാലും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒരു വണ്ടിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അത് അത്യാവശ്യമാണ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അതില്ലെങ്കിൽ ഫൈനാണ്, 100 രൂപ ഫൈൻ. സോ ഒബേ ട്രാഫിക് റൂൾസ് ആൻഡ് ബി എപ്പോഴും പറയുന്ന പോലെ കംഫർട്ടബിൾ. 100 രൂപ ഫൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് people should not think that it is just only 100 rupees. It's just a big life for others. So obey traffic rules. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോടെ നിർത്തിയിരിക്കുന്നു. ജോയ്, ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇഷ്ടപ്പെട്ടൊരു കവിത ചൊല്ലിക്കൊണ്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്യാം. ജി കുമാരപിള്ളേൻ്റെ ഒരു കവിതയാണ്. അത് പുതിയ ജനറേഷനൊന്നും അങ്ങനെ അറിയാൻ സാധ്യതയില്ല. അതിലത്തെ ഒരു അത് മതിയോ? മതി. പൂവിനും പേരിട്ടു താമരപ്പൂവിനും പേരിട്ടു നീലിച്ച താമരപ്പൂവിനും പേരിട്ടു നീയുന്നു ചൂടുമീ താമരപ്പൂവിൻ്റെ നീലിച്ച പൂവിൻ്റെ പേരു ചൊല്ലു സഖി. 100 പുഷ്പങ്ങളിൽ 100,000 ദളം 100,000 പൂമ്പൊടിപ്പൊട്ടുകൾ ഓരോ സുമത്തിലല്ലോരോ ദളത്തിലല്ലോരോ വിഭിന്നമാം പൂമ്പൊടി പൊട്ടിലും ഏതിലും കാണാത്തൊരേതിലും കേൾക്കാത്തൊരേതോ വിചിത്ര സ്വരൂപമായി ശബ്ദമായി ഞാനെന്ന ഭാവമായി ഭാവപ്രദീപ്തിയായി എന്നിലെ എന്മയ്ക്കു കാന്തമായി കാന്തയായി നിന്നിലെ തന്മതൻ സീമന്ത സീമാന്തരേഖയിൽ എന്നെയും നിന്നെയും വേർതിരിക്കുന്നൊര കുഞ്ഞു പൂമുട്ടിൻ്റെ പേരു ചൊല്ലു സഖി. മുറ്റത്തെ മുല്ലയിൽ ഇന്നലെ സന്ധ്യയ്ക്ക് ഞെട്ടറ്റു നിന്നൊര കുഞ്ഞു പൂമുട്ടിനും അന്നത്തെ രാത്രിയിൽ തെങ്ങിൻ തലപ്പിലൂടെ എന്നെ കടാക്ഷിച്ച പൗർണമിചന്ദ്രനും ഇന്നീ മുഹൂർത്തത്തിൽ നിന്റെ കൺപീലിയിൽ ഇറ്റു നിൽക്കുന്നൊരു കണ്ണീർ കണത്തിനും ഒന്നിനും പേരില്ല പേരില്ല കഷ്ടമെന്നൊന്നിൻ്റെയെങ്കിലും പേരു ചൊല്ലു സഖി. റൊമാൻറ്റിക് ആണ്. പിന്നെ ഭയങ്കര റൊമാൻറ്റിക് ആവാത്ത ആൾക്കാർക്കൊന്നും ആർട്ടിസ്റ്റ് ആവാൻ പറ്റില്ല. അതെ അതെ. എനിക്ക് ഓർമ്മ വരുന്നത് ജോയിനെ കൊണ്ട് ഞാനൊരു പാട്ട് പാടിക്കാൻ ശ്രമിച്ചു, റോസ് ഗിറ്റാറിനാൽ. അങ്ങനെ ഒരു ശിഷ്യത്വമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്, ഒരു പാട്ട് ചൊല്ലി അല്ലേ? നഗരം നഗരം മഹാസാഗരം അല്ലേ? അതെ, അത് പാടി ജോയ് അല്ലേ? ഞാൻ പാടി അഭിനയിച്ചു. എനിക്കങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം, അന്നത്തെ സീരിയലിന് ശേഷം ഒരുപാട് കാലത്തിന് ജോയുടെ കൂടെ അഭിനയിക്കാൻ റോസ് ഗിറ്റാറിനാൽ ആ സിനിമയിലൂടെ സാധിച്ചു. പിന്നെ നമ്മൾ അലീഫ്, അത് ജോയ് തന്നെ എനിക്ക് ഞാൻ വിളിച്ചു വരുത്തിയ ഒരു അവസരമാണ്. ജോയ് എനിക്ക് അങ്ങനെ ആപ്പ ഉപ്പ ഭാര്യ ഒന്നും വേണ്ട, ഒരു സുന്ദരിയായ ഒരാളെ കൊണ്ടുവരും, താരാകല്യാണെ കൊണ്ടുവരും. അങ്ങനെയല്ല, എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു ആരാ എൻ്റെ ഭാര്യയുടെ അഭിനയിക്കുന്നത്. എനിക്കങ്ങനെ ഗ്ലാമറിന്റെ പ്രശ്നമല്ല, പേര് പറയണ്ട. അത് പറഞ്ഞു ഇന്ന ആളാ. ഞാൻ പറഞ്ഞു അയ്യോ അത് ശരിയാവില്ലല്ലോ, ഇയാള് ഇങ്ങനത്തെ ഒരു മുസ്ലിം ഒരു ആചാര്യ ആ വീട്ടിൽ ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാറാണ് ചോദിച്ചു. താര കല്യാണം, അയ്യോ അവർ മുസ്ലിമായിട്ട് അഭിനയിക്കും. അപ്പം എന്താ വെച്ചാൽ താരയുടെ ഒരു പടം ഫേസ്ബുക്കിൽ ഒരു പർദ്ദയൊക്കെ ഇട്ടിട്ടൊരു ഫോട്ടോ കണ്ടതിന് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അവർ വിളിച്ചു. അതൊരു നല്ല സിനിമയായിരുന്നു. അപ്പം നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് നമുക്ക് അതിൽ ഫിനാൻസ് ഒന്നും ഒരു ദിവസം കൊണ്ട് 7-8 സീനൊക്കെ നമ്മളിങ്ങനെ ചെയ്തു അല്ലേ? അതെ, സീനത്തെ ഒരു നല്ല വേഷം ചെയ്തു. അതെ, സീനത്തെ വേഷം ചെയ്തു. ആ പടം നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു, പനോരമയിലുണ്ടായിരുന്നു. അങ്ങനെ അവാർഡിനൊക്കെ ഫൈനൽ റൗണ്ടിലൊക്കെ എത്തിയിരുന്ന പടം. നല്ലൊരു മെസ്സേജൊക്കെ ഉള്ള സിനിമ. സോ താങ്ക് യു സോ മച്ച് ജോയ്, ഞങ്ങളുടെ കൂടെ ഈ പുലർകാലത്തിൽ ഞങ്ങളെ. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ നൈസ് കമ്പനി. പുതിയ സിനിമകളുടെയൊക്കെ ഒരു ഔട്ട്പുട്ട് വന്നതോടുകൂടി ആർക്കൈവ്സിൽ ഇനിയുള്ള യങ്സ്റ്റേഴ്സ് ആ പുസ്തകത്താളുകൾ മറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഡയറക്ടർ ഉണ്ടായിരുന്നു, ആ ഡയറക്ടറിന്റെ കാഴ്ചപ്പാട് ഇന്നതായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദിവസം ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് യങ്സ്റ്റേഴ്സ് ദേ ഹാവ് ടു ഫോളോ യു. ഞാൻ അതാണ് ശ്രദ്ധിച്ച് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ഞാൻ അവരോട് ഇപ്പോഴും പറയലുണ്ട്, ആൾക്കാരിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ നിരന്തരം ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ സാറിന് ശിഷ്യനാവട്ടെ, ഫോളോ ചെയ്യട്ടെ. ഞാൻ അവർ ആൽബർട്ട് കമ്മ്യൂണിൻ്റെ ഒരു വാചകമുണ്ട്, ഡോണ്ട് ഫോളോ മീ, ഐ വിൽ നോട്ട് ലീഡ് യു. ഡോണ്ട് ലീഡ് മീ, don't walk in front of me, I will not follow you. അതാണ്. Walk beside me and just be my friend. Wow. Great. So you always by my side. അങ്ങനെ കൂടെ നടന്നാലാണ്. എനിക്ക് അസിസ്റ്റൻസ് ഇല്ലല്ലോ, ഞാൻ ഒരാളെ അസിസ്റ്റന്റ് വെക്കാറുമില്ല. നല്ല സുഹൃത്തുക്കൾ പോലെ കുറെ സ്വഭാവ സിമിലാരിറ്റീസ് നമ്മളുണ്ടോ. അതെ. എവിടെയൊക്കെയോ ഞാൻ
ജോയിലൂടെ ഞാൻ നഷ്ടപ്പെട്ട ചില കാര്യങ്ങളും ഞാൻ നേടാത്ത ചില കാര്യങ്ങളും താങ്കളുടെ രൂപത്തിലൂടെ ഞാൻ ആലോചിച്ച് നോക്കി. ഇൻസ്പയർ ചെയ്തില്ലേ? 100% 100+ ഒരു 50% കൂടി ഇൻസ്പയർഡ്. എൻ്റെ ഒരു 2 സ്നേഹിതന്മാരെ എൻ്റെ പ്രായത്തിൽ തന്നെയുള്ള പവിത്രൻ എന്നൊക്കെ പറഞ്ഞ ചിത്രകാരനുണ്ടായിരുന്നു. അവൻ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ചിത്രകലയ്ക്ക് ഉപേക്ഷിച്ചു. വീട്, കുടുംബം, ഹോട്ടൽ ബിസിനസ്സൊക്കെ ആയിട്ട് പോയി. ഇപ്പോൾ അവൻ എൻ്റെ ഇതൊക്കെ കണ്ടിട്ട് അവൻ തിരിച്ചു പറയാൻ നീ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ട് ഞാനിപ്പോൾ പെയിൻറ്റിങ് തുടങ്ങി. ഒരു 20 പെയിൻറ്റിങ്സ് അവൻ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫോട്ടോസ്. ക്ലാസ്സാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ശക്തി എന്ന് പറഞ്ഞതാണ്. അത് ഫ്രണ്ട്ഷിപ്പേ ഉള്ളൂ. എനിക്ക് റിലേറ്റീവ്സിനേക്കാളും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും എനിക്ക് ബാക്കിംഗ് ആയിട്ടുള്ളതും എപ്പോഴും ഫ്രണ്ട്സ്. ഓക്കെ, ഞങ്ങളുടെ പുലർകാലം ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്ന പ്രേക്ഷകരോട് 2 വാക്ക് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുലർകാലം എന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനും രാവിലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കുറേ ഗീർവാണം കേൾക്കാനും ഇടവരുത്തിയതിന് ജീവൻ ടി വിക്കും ഈ ഇതിൻ്റെ താരകല്യാൺ ഹസ്ബൻഡ് രാജ് ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളുണ്ടാവും. ഈ തിരിച്ചടികളൊക്കെ ഓവർകം ചെയ്യാനുള്ള ഒരു കരുത്ത്, ഒരു ഊർജ്ജം നമ്മൾ ലൈഫിൽ നിന്ന് കണ്ടെത്തണം. ആർക്കും എന്തും സാധിക്കും. ആർക്കും സിനിമ സംവിധാനം ചെയ്യാം, ആർക്കും നാടകം എഴുതാം, ആർക്കും വണ്ടി ഓടിക്കാം. പക്ഷേ ബേസിക്സ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. അതറിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വിൻ ചെയ്യാം. ഈ ദിവസം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വിൻ ചെയ്യാൻ പറ്റുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ എപ്പിസോഡിൽ ഒരുപാട് സെൽഫി ഇന്ന് വന്നിട്ടുണ്ട് അല്ലേ? സെൽഫി ഓഫ് ദ ഡേ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ വിന്നർ. വാവ്, കൺഗ്രാറ്റ്സ്. ഇത് ഇന്നത്തെ വിന്നർ. ഇനി എല്ലാ ആഴ്ചയും നമുക്ക് വിന്നറുണ്ട്, എല്ലാ മന്ത്ലിയും നമുക്ക് വിന്നറുണ്ട്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾ എഴുതി അറിയിക്കണം. ഒപ്പം നമ്മുടെ വ്യൂവേഴ്സിനായിട്ടൊരു ചോദ്യമുണ്ട്. അത് എപ്പിസോഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ചോദ്യം, ഇന്നത്തെ ഗസ്റ്റ് ജോയ്, അദ്ദേഹം സംവിധാനം ചെയ്ത, അദ്ദേഹം ഞങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ ത്രൂ ഔട്ട് ആ സിനിമയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അദ്ദേഹം സംവിധാനം ചെയ്ത ആ സൂപ്പർ ഹിറ്റ് മൂവിയുടെ പേരെന്താ? ഞങ്ങൾ എഴുതി അറിയിക്കാം. വിലാസം സ്ക്രീനിൽ കാണുന്നുണ്ട്. വിലാസം അയക്കേണ്ട രീതി എല്ലാം നമ്മൾ സ്ക്രീനിലൂടെ നിലം കാണിക്കുന്നുണ്ട്. ഇതിനൊരു സമ്മാനമുണ്ട്. അതെ, ബമ്പർ പ്രൈസ് 1 മാസത്തിൽ ഒരിക്കലാണ് നിങ്ങൾക്ക് വരുന്നത്. ഇതിൽ നിന്നെല്ലാം ഈ സെൽഫിയിൽ നിന്നും നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നവരിൽ നിന്നും അഭിപ്രായങ്ങൾ അയക്കുന്ന എല്ലാവരും കൂടെ ചേർത്ത് വെച്ചൊരു ബമ്പർ പ്രൈസാണ്. സോമതീരം ആയുർവേദിക് റിസോർട്ടിൻ്റെ ഒരു കംഫർട്ടബിൾ സ്റ്റേ ആണ്, മിസ് ചെയ്യേണ്ട. വണ്ടർഫുൾ സ്റ്റേ. അത് എനിക്ക് തോന്നുന്നു ഒരു വെക്കേഷൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ വിന്നർ നിങ്ങളാവട്ടെ, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ആയുർവേദിക് മോഡോടുകൂടിയുള്ളൊരു, അതെ, റെജുവനേഷൻ ആണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളത് സ്വീകരിക്കും. ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയമായി അല്ലേ? പുലർക്കാലം വീണ്ടും നാളെ ഇതേ സമയം നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, നമസ്കാരം.